തിരുവനന്തപുരത്തേക്ക് കുഞ്ഞാലിക്കുട്ടി എത്തുന്നു. ഇപ്പോഴത്തെ ഈ വരവിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ചരിത്ര വിജയത്തിന്റെ ഭാഗമായി ചരിത്ര ഭൂരിപക്ഷം കിട്ടിയ ശേഷമാണ് കുഞ്ഞാലിക്കുട്ടി വിജയിച്ചു കയറിയ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ആർപ്പ് വിളിയുണ്ട്, ലീഗ് നേതാക്കളുടെ ആരവമുണ്ട്, UDF നേതാക്കളുടെ ആരവമുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും തന്നെ ആരവം കേൾക്കാം. കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് എത്തിയ ശേഷം പ്രതികരണം നടത്തും. അല്പസമയത്തിനകം തന്നെ ഘടകകക്ഷി നേതാക്കളെ ACC നിരീക്ഷകർ കാണുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഏറ്റവും ഭൂരിപക്ഷത്തോടുകൂടി 16ാം കേരള നിയമസഭയിൽ MLA ആയിട്ടുള്ള നിയുക്ത മന്ത്രി എന്ന് പറയാം കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴുള്ള ആരവമാണ്. പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി, ലീഗിന്റെ പ്രവർത്തകരും ലീഗിന്റെ കൊടിയും കാണാം. കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. വന്ദേ ഭാരതിലാണ് അല്പസമയം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ വരവിന് വലിയ പ്രത്യേകതയുണ്ട്. തിരിച്ച് മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലായിരിക്കുമോ പോവുക ആയിരിക്കും. ഏറെക്കുറെ അത് ഉറപ്പാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ലീഗ് ആവശ്യപ്പെട്ടേക്കുമെന്ന സൂചനകൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി എത്തുന്നത്. കുഞ്ഞാലിക്കുട്ടി ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമെന്നത് അല്പസമയത്തിനകം ഹോട്ടലിൽ വെച്ച് തന്നെ ACC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കിനെയും അജയ് മാക്കിനെയും ദീപാദാസ് മുൻഷിയെയും കാണും. ലീഗിൻ്റെതായ അഭിപ്രായം പറയും. ലീഗിന്റെ പിന്തുണ VD സതീശനാണ് എന്ന് VD ക്യാമ്പ് അവകാശപ്പെടുകയും അങ്ങനെ കൂടുതൽ ഘടകകക്ഷി നേതാക്കന്മാർ VD സതീശന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് നിയുക്ത MLA PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം ഹോട്ടലിൽ കൂടിക്കാഴ്ചയുണ്ടാകും.